ഹലോ ഫോക്സ്, ഇതൊരു ചാനൽ ഇൻട്രോ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ചാനലിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോകളെക്കുറിച്ചാണ്. ചാനലിൻ്റെ പേരിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം. അതിനു മുൻപ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. വേറൊന്നുമല്ല, എന്താണ് ഈ അനിമെ? കാർട്ടൂണും അനിമയും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ അനിമയ്ക്ക് ഇത്ര റീച്ച് എങ്ങനെ കിട്ടി? അനിമെ കാണാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, പുതുതായി അനിമെ കാണാൻ പോകുന്നവർക്ക് പറ്റിയ നല്ല സീരീസുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ആദ്യം പറഞ്ഞ ഏതുതരം കോണ്ടൻ്റാണ് ഈ ചാനലിൽ വരാൻ പോകുന്നത് എന്ന് നോക്കാം. പിന്നെ ആർക്കും ബോറടിപ്പിക്കാത്ത രീതിയിൽ വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം. ആദ്യത്തെ വീഡിയോയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ ഈ അനിമയുടെ പിന്നാലെ നടക്കുന്ന ചങ്കുകളോ കൊലീഗളോ ഉണ്ടെങ്കിൽ അവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ ചാനലാണ്, റീച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യൂട്യൂബ് അത് തരൂല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിയെങ്കിൽ മുഴുവനായും കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്താൽ പൊളിച്ച്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഈ അനിമെ എന്ന് പറഞ്ഞാൽ? അത് വേറൊന്നുമല്ല, ജപ്പാനിൽ ഉണ്ടാക്കുന്ന എല്ലാത്തരം അനിമേഷനുകളെയും അവർ വിളിക്കുന്ന പേരാണ് അനിമെ. അതിലെല്ലാം പെടും കാർട്ടൂൺസും സിനിമകളും സീരീസുകളും അനിമേഷനായിട്ടുള്ളതെല്ലാം. പക്ഷേ നമ്മൾ മലയാളികൾ മാത്രമല്ല, ജപ്പാൻ്റെ പുറത്തുള്ള ബാക്കിയുള്ള നാട്ടുകാർ ഒരു പ്രത്യേകതരം അനിമേഷനുകളെയാണ് അനിമെ വിളിക്കുന്നത്. അതെന്താണെന്നറിയോ? പറയാം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അതായത് കാർട്ടൂണുകളും അനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഈ അനിമെ എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ അല്ലേ എന്ന്. ബേസിക്കലി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഒന്ന് തറപ്പിച്ച് ചോദിച്ചാലോ? അല്ല. പിന്നെന്താ വ്യത്യാസം? അനിമെ തലക്കടിച്ച് നടക്കുന്ന എല്ലാവരും പറയുന്നത് കാർട്ടൂണുകൾ പൊതുവെ ഒരു സിംഗിൾ എപ്പിസോഡായിരിക്കും എന്നാണ്. അതായത് കണ്ടിട്ടില്ലേ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ടോം ആൻഡ് ജെറി, ഇതെല്ലാം ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ മുന്നത്തെ എപ്പിസോഡും പിന്നത്തെ എപ്പിസോഡും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഒരു എപ്പിസോഡിൻ്റെ അവസാനം കഥ കഴിഞ്ഞു. പക്ഷേ അനിമയിൽ അങ്ങനെയല്ല, ഒരു ലോഡ് എപ്പിസോഡ് ഉണ്ടാവും. അതെല്ലാം കണക്റ്റഡുമായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ എല്ലാ എപ്പിസോഡുകളിലും എല്ലാത്തരം ഇമോഷൻസും ഉണ്ടാകും. നമ്മളെ അത് പിടിച്ചിരുത്തും. അത് കാർട്ടൂണുകളിൽ പൊതുവെ കുറവാണ്. ഇല്ലെന്നല്ല, കുറവാണ്. നമ്മളെ അതൊരു കൊണ്ടുപോകും. അതന്നെ, നിർത്തിട്ട് പോകാൻ പറ്റില്ലെന്നർത്ഥം. അടുത്ത നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഈ അനിമയ്ക്ക് ഇത്ര റീച്ച് എങ്ങനെ കിട്ടി? ഞാൻ കണ്ടെടുത്തോളം ആ ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ സാധനം കത്തി കയറിയത്. പിന്നെ യൂട്യൂബേഴ്സായിട്ടുള്ള ഷാസ് ബ്രോയും കാർത്തിക് സൂര്യയും അവരുടെ ഗിഫ്റ്റ് കൊടുക്കലുണ്ടല്ലോ, മാൻഗ ബുക്സും അനിമെ ക്യാരക്ടർ ഫിഗർ എക്സ്ചേഞ്ചും എല്ലാം ഒരു നല്ല ഓഡിയൻസിനെ കൂട്ടാൻ സഹായിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ റീലോഡ് മീഡിയ മച്ചാനും അനിമയെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഒരു ചെറിയ കൾട്ട് ഫോളോവിങ് പണ്ടേ ഉണ്ട് 90s കിഡ്സിൻ്റെ ഇടയിൽ. നാലാമത്തെ ചോദ്യം, അനിമെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ. എൻ്റെ പൊന്നോ, ഈ സാധനം തീരില്ല. ഇനി എങ്ങാനും തീർന്നാലോ? വിഷമമാകും. ഒരു വല്ലാത്ത തരം സാധനം. പിന്നെ ഞാൻ അനുഭവിച്ച മറ്റൊരു ബുദ്ധിമുട്ടാണ് സീസണുകൾ തമ്മിലുള്ള ടൈം ഗ്യാപ്പ്. സിമ്പിളായി പറയണമെങ്കിൽ ബാഹുബലി 1 ശേഷം ബാഹുബലി 2 വരണ വരെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ബാഹുബലി കട്ടപ്പ കോൺഫ്ലിക്റ്റ്, അത് തന്നെ സെയിം. ക്ഷമ പഠിക്കാൻ കുറച്ച് സഹായിക്കും എന്ന് തോന്നുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം, പുതുതായി അനിമെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കായി സീരീസ്. ഞാൻ ഒരുപാട് സീരീസ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് മുഴുവൻ മെയിനായി എല്ലാവർക്കും അറിയാവുന്ന സീരീസുകൾ തന്നെയാണ്. എന്നോട് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിൽ പിക്ക് ചെയ്യുക ഡീമൺ സ്ലെയർ, കൈജു നമ്പർ 8, അറ്റാക്ക് ഓൺ ടൈറ്റൻസ്. ഇതിനു പുറമെ എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു ജാപ്പനീസ് ആനിമെ അല്ല, പക്ഷേ ഫാസ്റ്റ് പൈസിങ് ആയ ഒരു കൊറിയൻ ആനിമെ പേര് സോലോ ലെവലിംഗ്. ഒട്ടും ബോറില്ലാതെ കാണാം. പക്ഷേ ഒരു പ്രോബ്ലം, സീസൺ 2 ആയിട്ടുള്ളൂ. സീസൺ 3 കോൺഫർമേഷൻ കിട്ടിയിട്ടില്ല. റൂമേഴ്സ് പലതുമുണ്ട്, നെക്സ്റ്റ് പാർട്ട് മൂവി ആയിരിക്കും എന്നെല്ലാം. പക്ഷേ എൻ്റെ അറിവിൽ നോ ഒഫീഷ്യൽ കോൺഫർമേഷൻ. പിന്നെ വരുന്നത് തലമൂത്ത ആശാരിമാരാണ്, നരൂട്ടോയും ഷിപ്പുഡനും, വൺ പീസ്, ബ്ലാക്ക് ക്ലോവർ, വൺ പഞ്ച് മാൻ, ജുജുത്സു കൈസൻ, അങ്ങനെ പോകും. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയാലോ? തിരിച്ചു ആദ്യത്തെ ചോദ്യം, ഏത് തരത്തിലുള്ള വീഡിയോ കോണ്ടൻ്റാണ് ഈ ചാനലിൽ ഇടാൻ പോകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അനിമെ എടുത്ത് അതിലെ ഒരു എപ്പിസോഡോ അതിൽ കൂടുതലോ മലയാളത്തിൽ ചെയ്യാനും, കൂടാതെ ആനിമെ ലോകത്തിലെ അപ്ഡേറ്റുകളും ന്യൂസുകളും സാധിക്കുന്ന രീതിയിൽ നിങ്ങളിലെത്തിക്കാനുമാണ്. ഇതിനോടെല്ലാം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തോ?
വീഡിയോ ഇഷ്ടപ്പെട്ടു പക്ഷെ ലൈക്ക് അടിക്കാൻ മറന്നു നിന്നുള്ളവർ ലൈക്ക് അടിച്ചോ. പുതിയൊരു വീഡിയോ ആയി വേഗം കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. സീ യു സൂൺ.